കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഡേ 15. തൊഴിലില്ലായ്മ. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് തൊഴിലില്ലായ്മയെ നിർവചിച്ചിരിക്കുന്നത് തൊഴിൽ ലഭ്യമല്ലാത്തതുകൊണ്ട് തൊഴിൽ എടുക്കാത്തവരും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേനയോ ബന്ധുക്കളും സുഹൃത്തുക്കളും മുഖേനയോ തൊഴിലുടമകൾക്ക് അപേക്ഷകൾ നൽകിയോ നിലവിലുള്ള സാഹചര്യത്തിലും പ്രതിഫലത്തിലും തൊഴിൽ ചെയ്യുന്നതിനുള്ള സന്നദ്ധ അറിയിച്ച് തൊഴിൽ അന്വേഷിക്കുന്നവരും ഉൾപ്പെടുന്ന സാഹചര്യമാണ് തൊഴിലില്ലായ്മ. അര ദിവസത്തിൽ 1 മണിക്കൂർ പോലും തൊഴിൽ ലഭിക്കാത്തവരാണ് തൊഴിൽ രഹിതര്. അര ദിവസത്തിൽ 1 മണിക്കൂർ പോലും തൊഴിൽ ലഭിക്കാത്തവരാണ് തൊഴിൽ രഹിതര്. തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള കണക്കുകൾ ലഭിക്കുന്ന 3 സ്രോതസ്സുകളുണ്ട്. ഒന്ന്, ഇന്ത്യയിൽ സെൻസസ് റിപ്പോർട്ട് മുഖേന. 2, NSSOയുടെ തൊഴിലും തൊഴിലില്ലായ്മ സാഹചര്യങ്ങളും സംബന്ധിച്ച റിപ്പോർട്ട് മുഖേന. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിലെ തൊഴിലിനും പരിശീലനത്തിനുമായുള്ള രജിസ്ട്രേഷൻ സംബന്ധിച്ച ഡയറക്ടർ ജനറലിൻ്റെ റിപ്പോർട്ട് മുഖേനയും. അടുത്തത്, വിവിധ തരം തൊഴിലില്ലായ്മകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരാൾ ജോലി ചെയ്യാൻ സന്നദ്ധനാവുകയും എന്നാൽ ജോലി കിട്ടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് പ്രത്യക്ഷ തൊഴിലില്ലായ്മ. ഇന്ത്യയെപ്പോലുള്ള വികസ്വര സമ്പദ് വ്യവസ്ഥയിലെ കാർഷിക മേഖലയിൽ കാണുന്ന പ്രത്യേകതരം തൊഴിലില്ലായ്മയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ അല്ലെങ്കിൽ ഡിസ്ക്യൂസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. ആവശ്യമായതിനേക്കാൾ ഏറെ ആളുകൾ തൊഴിലിൽ നിയോഗിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് പ്രച്ഛന്ന തൊഴിലില്ലായ്മ. 1950കളിൽ നടന്ന ഒരു പഠനം അനുസരിച്ച് ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരിൽ 3-ൽ 1 പ്രച്ഛന്ന തൊഴിലില്ലായ്മ അനുഭവിക്കുന്നവരാണ്. കാർഷിക മേഖലയിലെ തൊഴിലുകൾ കാലികവുമാണ്. വർഷത്തിൽ എല്ലാ മാസങ്ങളിലും തൊഴിൽ അവസരങ്ങളില്ല. കൃഷിയിടങ്ങളിൽ ചെയ്യാൻ തൊഴിലില്ലാതെ വരുമ്പോൾ അവർ തൊഴിൽ തേടി നഗരപ്രദേശങ്ങളിലേക്ക് പോവുകയും തൊഴിലെടുക്കുകയും ചെയ്യുന്നു. ഇത്തരം തൊഴിലില്ലായ്മ അറിയപ്പെടുന്നത് കാലിക തൊഴിലില്ലായ്മ എന്നാണ്, അല്ലെങ്കിൽ സീസണൽ അൺഎംപ്ലോയ്മെൻ്റ് എന്നാണ്. കാലിക തൊഴിലില്ലായ്മ കൂടുതലായും കാണപ്പെടുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ്. കേരളത്തിൽ പാസ്സാക്കപ്പെട്ട പ്രധാന തൊഴിൽ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് 1960 ഭേദഗതി ചെയ്ത വർഷം 2018. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള അവകാശം നിയമപരമായി കൊണ്ട് 1960 കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ നിയമത്തിൽ 2018 ഭേദഗതി വരുത്തി. ഭേദഗതി പ്രകാരം വ്യവസ്ഥകൾ ലംഘിക്കുന്ന തൊഴിൽ ഉടമകൾക്ക് അടയ്ക്കേണ്ട പിഴയാണ് 1,00,000 രൂപ. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള അവകാശം നിയമപരമായി കൊണ്ട് 1960 കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ നിയമത്തിൽ 2018 ഭേദഗതി വരുത്തുകയും ഈ ഭേദഗതി പ്രകാരം വ്യവസ്ഥകൾ ലംഘിക്കുന്ന തൊഴിൽ ഉടമകൾക്ക് അടയ്ക്കേണ്ട പിഴയാണ് 1,00,000 രൂപ. കേരള അഗ്രികൾച്ചറൽ വർക്കേഴ്സ് ആക്ട് 1974, കേരള ലേബർ വെൽഫെയർ ആക്ട്, കേരള അഗ്രികൾച്ചർ വർക്കേഴ്സ് ആക്ട് 1974, കേരള ലേബർ വെൽഫെയർ ആക്ട് 1975, അതുപോലെ കേരള റെക്കഗ്നേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ ആക്ട് 2010. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 4 പുതിയ തൊഴിൽ നിയമങ്ങളാണ് കോഡ് ഓൺ വേജസ് 2019, കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020, അതുപോലെ തന്നെ കോഡ് ഓൺ ഒക്യുപ്പേഷൻ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ 2020, അതുപോലെ കോഡ് ഓൺ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് 2020 തുടങ്ങിയവയാണ്. കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നോക്കാം. കേരള സംസ്ഥാനത്തിലെ തൊഴിലാളികളുടെ ക്ഷേമ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ചതാണ് കേരള ക്ഷേമനിധി ബോർഡ്. ബോർഡ് നിലവിൽ വന്നത് 1977 മെയ് 1 ആസ്ഥാനം തിരുവനന്തപുരമാണ്. അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ 21 അംഗങ്ങളാണ് വരുന്നത്. ഓരോ തൊഴിലാളിയും അർദ്ധവാർഷിക വിഹിതമായി 45 രൂപയും ഒരു തൊഴിലാളിക്ക് വേണ്ടി തൊഴിലുടമ 45 രൂപയും ബോർഡിലേക്ക് അടയ്ക്കണമെന്ന് പറയുന്നു. അടുത്തത് കേരള നോളജ് എക്കോണമി മിഷനാണ്. 2026 അഭ്യസ്ത വിദ്യരായ 20 ലക്ഷം പേർക്ക് അവരുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിച്ച് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച കർമ്മപദ്ധതിയാണ് കേരള നോളജ് എക്കോണമി മിഷനാണ്. പദ്ധതിയുടെ ഭാഗമായി 18-നും 59-നും ഇടയിൽ പ്രായമുള്ള കേരളത്തിലെ അഭ്യസ്ത വിദ്യരായ തൊഴിൽ അന്വേഷികളുടെ വിവരങ്ങളാണ് ശേഖരിക്കുക. സർവേയിലൂടെ കണ്ടെത്തുന്നവരിൽ നിന്നും ആദ്യഘട്ടത്തിൽ 1 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുക, 2026 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുക എന്നതാണ് ലക്ഷ്യം. ഇപ്രകാരം കണ്ടെത്തുന്നവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും തൊഴിൽ വൈദഗ്ധ്യവും അഭിരുചിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഗുണഭോക്താക്കൾക്ക് താല്പര്യമുള്ള തൊഴിൽ മേഖലകളിലേക്ക് അവരെ നിയമിക്കുന്നതിനുമായി കൗൺസിലിംഗ് നൽകുക.
അതുപോലെ തന്നെ ഇപ്രകാരം കൗൺസിലിംഗ് നൽകുന്നതിനായി കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പുകളിൽ നിന്നും മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ള 1000 വനിതകളെ തിരഞ്ഞെടുത്ത് അവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നു. ഇവർക്ക് കോച്ചസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കേരള നോളജ് എക്കോണമി മിഷൻ തൊഴിൽ നൈപുണ്യം തൊഴിൽ ദാന പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല നിർവഹിക്കുന്നത് KDISC ആണ്. KDISC കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ ആണ്. കേരള നോളജ് എക്കോണമി കർമ്മ പദ്ധതിയുടെ സംസ്ഥാനത്തെ മനുഷ്യ വിഭവശേഷിക്ക് അനുയോജ്യമായ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ തൊഴിൽദായകരും തൊഴിൽ ദാതാക്കളും പരസ്പരം ബന്ധിപ്പിക്കാൻ സജ്ജീകരിച്ചിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് DWMS അല്ലെങ്കിൽ ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം. എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം 2026 അഭ്യസ്തരായ 20 ലക്ഷം പേർക്ക് അവരുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിച്ച് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച കേരള നോളജ് എക്കോണമി മിഷൻ കർമ്മപദ്ധതിയുടെ പ്രചാരണ പരിപാടിയാണ് എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം. എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം ക്യാമ്പയിൻ ഭാഗമായുള്ള ഗുണഭോക്തൃ സർവേ നടത്തിയതാരാണ്? കുടുംബശ്രീയാണെന്നും അറിഞ്ഞിരിക്കണം. അടുത്ത തൊഴിലാളികൾക്കുള്ള സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ESI പദ്ധതി 1948 എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് പ്രകാരം തൊഴിലാളി എന്ന നിർവചനത്തിൽ പെടുന്നവർക്ക് വിഭാവനം ചെയ്തിട്ടുള്ള സമഗ്ര സാമൂഹ്യ സുരക്ഷാ സംവിധാനമാണ് ESI പദ്ധതി. ലക്ഷ്യങ്ങൾ രോഗങ്ങൾ, അംഗവൈകല്യങ്ങൾ എന്നിവയുണ്ടായാൽ ജീവനക്കാരന് പരിരക്ഷ നൽകുക. അതുപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട അപകടത്തിൽ മരണപ്പെട്ട തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആവശ്യമായ സഹായം നൽകുക. പ്രസവ സംബന്ധമായ ആനുകൂല്യങ്ങൾ നൽകുക. ഇൻഷുർ ചെയ്ത വ്യക്തികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വൈദ്യസഹായം നൽകുക തുടങ്ങിയവയാണ് ESIയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നവർ 10 അതിലധികമോ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന നോൺ സീസൺ ഫാക്ടറികളിൽ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാരും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നവരാണ്. 20 അതിലധികമോ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന വൈദ്യുതി ഉപയോഗിക്കാത്ത ഫാക്ടറികളിലെ ജീവനക്കാർ, കടകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, സിനിമാശാലകൾ, പത്രസ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നവർ. അതുപോലെ ഈ സ്ഥാപനങ്ങളിൽ പ്രതിമാസം 21,000 രൂപ വരെ ഓവർ ടൈം അലവൻസ് വേതനം ഒഴികെ വേതനം കൈപ്പറ്റുന്ന ജീവനക്കാർക്ക് ഈ പദ്ധതിയുടെ സംരക്ഷണം ലഭിക്കുന്നതാണെന്ന് പറയുന്നു. വേതനത്തിൻ്റെ ഒരു നിർദ്ദിഷ്ട ശതമാനം കണക്കാക്കി മാസം തോറും നൽകുന്ന തൊഴിലുടമയുടെ വിഹിതത്തിൽ നിന്നും ജീവനക്കാരുടെ വിഹിതത്തിൽ നിന്നുമാണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ഫണ്ട് സ്വരൂപിക്കപ്പെടുന്നത്. ഈ പദ്ധതിയിലേക്കുള്ള ജീവനക്കാരുടെ വിഹിതം 2019 ജൂലൈ 1 പ്രകാരം വേതനത്തിൻ്റെ 0.75%, തൊഴിലുടമകളുടെ വിഹിതം 3.25%. അടുത്തയാണ് E-ശ്രമം പോർട്ടലാണ്. അസംഘടിത മേഖലകളിലെ തൊഴിലാളികൾക്ക് ഒരു ഡാറ്റാബേസ് രൂപീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലാണ് E-ശ്രം പോർട്ടൽ. യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിന് കേരള സംസ്ഥാന സഹകരണ വകുപ്പിന് കീഴിൽ ആരംഭിച്ച ആദ്യ യുവജന സഹകരണ സംഘമാണ് കോട്ടയം യുവജന സംരംഭക സഹകരണ സംഘം. അടുത്തയാണ് ട്രൈസം, NREP, RLEGP എന്താണെന്ന് നോക്കാം. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനാവശ്യമായ സാങ്കേതിക പരിശീലനം നൽകുക, സംരംഭകത്വ ശേഷി വികസിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളുമായി 1979 ഓഗസ്റ്റ് 15 നിലവിൽ വന്ന പദ്ധതിയാണ് ട്രൈസം, ട്രെയിനിങ് ഫോർ റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഗ്രാമീണ മേഖലകളിലെ തൊഴിൽ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം FWP ഇതിന് പകരമായി വന്ന പദ്ധതിയാണ് NREP, ദേശീയ ഗ്രാമീണ തൊഴിൽദാന പദ്ധതി. ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി NREP ആരംഭിച്ചത് 1980 ഒക്ടോബർ 2-നും ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ആരംഭിക്കുമ്പോൾ പഞ്ചവത്സര പദ്ധതി 6ാം പഞ്ചവത്സര പദ്ധതിയാണെന്നും അറിഞ്ഞിരിക്കണം. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ NREPയുടെ 50% പങ്കാളിത്തം സംസ്ഥാന സർക്കാരുകൾക്കാണെന്ന് അറിയുക. NREP പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലാത്തവർക്കായി കൂടുതൽ ലാഭകരമായി തൊഴിൽ സൃഷ്ടിക്കൽ, അതുപോലെ തന്നെ ദരിദ്രർക്ക് നേരിട്ടുള്ളതും തുടർച്ചയായതുമായ ആനുകൂല്യങ്ങൾക്കായി ഉൽപ്പാദനക്ഷമമായ കമ്മ്യൂണിറ്റി ആസ്തികൾ സൃഷ്ടിക്കുക, അതുപോലെ ഗ്രാമീണ മേഖലയുടെ മൊത്തത്തിലുള്ള ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക തുടങ്ങിയവയാണ്. അടുത്തത് ദേശീയ ഗ്രാമീണ തൊഴിൽദാന പദ്ധതി NREP ജവഹർ റോസ്ഗർ യോജന JRYയിൽ ലയിപ്പിച്ച വർഷം 1989. ഗ്രാമപ്രദേശങ്ങളിൽ സ്വന്തമായി ഭൂമിയില്ലാത്ത എല്ലാ കുടുംബങ്ങളിലെയും ഒരു അംഗത്തിനെങ്കിലും 100 ദിവസത്തിൽ കുറയാത്ത തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ 1983 ഓഗസ്റ്റ് 10 ആരംഭിച്ച 100% കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, RLEGP ആണ്.
ഗ്രാമീണ ഭൂരഹിത തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് 1983 ഓഗസ്റ്റ് 15-നാണ്. RLEGP നടപ്പിലാക്കുമ്പോൾ പഞ്ചവത്സര പദ്ധതി 6ാം പഞ്ചവത്സര പദ്ധതിയാണെന്നും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായിരുന്നു. RLEGP പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ് ഗ്രാമീണ മേഖലയിലെ ഭൂരഹിതർക്ക് അധിക തൊഴിൽ സൃഷ്ടിക്കുക, അതുപോലെ ഭൂരഹിത കുടുംബത്തിലെ ഒരംഗത്തിന് വർഷത്തിൽ 100 ദിവസത്തിൽ തൊഴിൽ കൊടുക്കുക, അതുപോലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ആസ്തികൾ സൃഷ്ടിക്കുക തുടങ്ങിയവയായിരുന്നു RLEGP പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. അടുത്തതാണ് ജവഹർ റോസ്ഗാർ യോജന. നോക്കാം. ജവഹർ റോസ്ഗാർ യോജന ആരംഭിക്കുമ്പോഴുള്ള പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. 7ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ജവഹർ റോസ്ഗാർ യോജന ആരംഭിക്കുന്നത്. ജവഹർ റോസ്ഗാർ യോജന ആരംഭിച്ചത് ഏപ്രിൽ 1, 1989-ലാണ്. പദ്ധതിയുടെ കേന്ദ്ര സംസ്ഥാന ഫണ്ട് വിഹിതം 80:20 എന്നുള്ളതാണ്. ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യ മേഖലയ്ക്ക് താഴെയുള്ള എല്ലാ കുടുംബങ്ങളിലെയും ഒരാൾക്ക് തൊഴിൽ ഉറപ്പ് നൽകുന്ന പദ്ധതിയാണ് ജവഹർ റോസ്ഗാർ യോജന. ജവഹർ റോസ്ഗാർ യോജന ആരംഭിക്കുന്ന പ്രധാനമന്ത്രി ആരാണ്? ജവഹർ റോസ്ഗാർ യോജന ആരംഭിക്കുമ്പോഴുള്ള പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു. അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാ കുടുംബങ്ങളിലെയും ഒരാൾക്ക് തൊഴിൽ ഉറപ്പ് നൽകുന്ന പദ്ധതിയാണ് ജവഹർ റോസ്ഗാർ യോജന. മുൻഗണന നൽകുന്നത് പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കാണ്. പദ്ധതി പ്രകാരം വനിതകൾക്കായി മാറ്റി വച്ചിട്ടുള്ള സംവരണം 30%. പദ്ധതി പ്രകാരമുള്ള ആസൂത്രണങ്ങൾ നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്തായിരിക്കും. നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമും റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമും ചേർന്നതാണ് ഗ്യാരണ്ടി റോസ്ഗാർ യോജന രൂപീകൃതമായത്. അതുപോലെ ജവഹർ റോസ്ഗാർ യോജനയുടെ പിൻഗാമിയായി അറിയപ്പെടുന്നത് ജവഹർ ഗ്രാമ സമൃദ്ധി യോജനയാണെന്ന് അറിയുക. അതുപോലെ ജവഹർ ഗ്രാമ സമൃദ്ധി യോജന സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജനയിൽ ലയിപ്പിച്ച വർഷം 2001 സെപ്റ്റംബർ 25 അറിയുക. ജവഹർ റോസ്ഗാർ യോജനയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ഗ്രാമങ്ങളിലെ തൊഴിൽ രഹിതരും അതുപോലെ തന്നെ തങ്ങളുടെ തൊഴിൽ ശക്തി വേണ്ടത്ര വിനിയോഗിക്കാൻ അവസരം ഇല്ലാത്തതുമായ സ്ത്രീ പുരുഷന്മാർക്ക് കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുക, അതുപോലെ തന്നെ ഉൽപാദനപരമായ സാമൂഹ്യ ആസ്തിയും ഗ്രാമീണ ജീവിത ഗുണനിലവാരം പുരോഗതിയും കൈവരിക്കുക തുടങ്ങിയവയായിരുന്നു ജവഹർ റോസ്ഗാർ യോജനയുടെ ലക്ഷ്യങ്ങൾ. ആദ്യ സ്ട്രീമിൽ ജവഹർ റോസ്ഗാർ യോജനയുടെ കീഴിൽ രൂപപ്പെടുത്തിയ 2 ഉപപദ്ധതികളുണ്ട്. ഇന്ദിര ആവാസ് യോജന, അതുപോലെ തന്നെ ദശലക്ഷം കിണർ പദ്ധതി. പിന്നീട് ഇവ സ്വതന്ത്ര പദ്ധതികളായി പ്രഖ്യാപിക്കപ്പെട്ടു.